ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പതുക്കെയാണെങ്കിലും നമ്മൾ 8ാം ദശകത്തിലെ 11ാമത്തെ ശ്ലോകം വരെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 12ാമത്തെ ശ്ലോകമാണ്. വേഗം മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 12ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഭഗവാന്റെ പൊക്കിൾ ചുഴിയിൽ നിന്നും ഒരു താമരമുട്ട് സർവ്വതും ഭഗവാനിൽ നിലീനമായിരുന്ന സർവ്വതിൻ്റെയും സംക്ഷിപ്ത രൂപമായിട്ടുള്ള ഒരു താമരമുട്ട് വിരിഞ്ഞു വരുന്നു. അത് കാരണജലത്തിൽ പ്രരൂഢമായിട്ട് പുറത്തേക്ക് സ്വന്തം ധാമങ്ങളാൽ സർവ അന്ധകാരത്തെയും നശിപ്പിച്ചുകൊണ്ട് ചുറ്റും പ്രകാശം പരത്തിക്കൊണ്ട് പുറത്തേക്ക് വരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി അതിൽ നിന്നെന്താണ് പുറത്തു വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്ലോകം ചൊല്ലിത്തരാം, ഒന്ന് കേട്ട് നോക്കാം. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സ പത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. ചൊല്ലാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന ശ്ലോകമാണ്. അതുകൊണ്ട് ആ വാക്ക് പദം പിരിച്ചിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൗകര്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചൊല്ലാൻ വേണ്ടി സാധിക്കും. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ് വീര്യ ധൃതേ. ഭവദ്വീര്യധൃതേ എന്നാണ് അവിടെ ഉള്ളത്. ഭവദ് വീര്യധൃതേ സരോജേ സ പത്മജന്മ വിധിഹി ആവിരാസീത്. വിധിഹി ആവിരാസീത്, വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധ അഖില വേദരാശി. മുട്ട് പ്രകാശം പരത്തിക്കൊണ്ട് പുറത്തേക്ക് വന്നു. ഇനി ആ മുട്ടിൽ നിന്ന് സംഫുല്ലപത്രേ വിടർന്നു. ആ മുട്ട് പുറത്തേക്ക് വന്ന് ഈ ശ്ലോകത്തിലെത്തുമ്പോഴേക്കും ആ താമരമുട്ടിന്റെ ഇതളുകളൊക്കെ വിരിഞ്ഞു. പത്രങ്ങളെല്ലാം സംഫുല്ലമായി നല്ല വിരിഞ്ഞു നിൽക്കുന്ന താമരയായിട്ട് അത് മാറി. സംഫുല്ലപത്രേ, അങ്ങനെയുള്ള വിരിഞ്ഞു നിൽക്കുന്ന ഇതളുകളോട് കൂടിയിട്ടുള്ള ആ താമരയില് നിതരാം വിചിത്രേ, അങ്ങനെ വിടർന്നു നിൽക്കുന്ന ഇതളുകളോട് കൂടിയതും വളരെ വിചിത്രവുമായിട്ടുള്ള, തീർത്തും വിചിത്രവുമായിട്ടുള്ള തസ്മിൻ, ആ താമരയില് ഭവദ് വീര്യധൃത്തെ, ഭഗവാന്റെ വീര്യത്തെ ധരിച്ചിരിക്കുന്നതാണ് ആ താമര. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങയുടെ വീര്യത്തെ ധരിച്ചിരിക്കുന്നതുമായിട്ടുള്ള തസ്മിൻ സരോജേ, ആ സരോജത്തിൽ, ആ താമരയില് സ്വയം പ്രബുദ്ധ അഖില വേദരാശി. അത് അവസാനത്തെ വരിയിലാണുള്ളത്. എന്നാലും അതിനുശേഷമാണ് 3ാമത്തെ വരി പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുക. സ്വയം പ്രബുദ്ധ അഖില വേദരാശി, സ്വയം പ്രബുദ്ധമായ, സ്വയം അതിൽ ഉണർന്നു വന്ന സമ്പൂർണ്ണ വേദരാശിയോടും കൂടെ ആരാണ് വന്നിട്ടുണ്ടാവുക? സഹ വിധി, ആ വിധി എന്ന് പറയുന്നത് ബ്രഹ്മദേവനാണ്. ആ വിധി ബ്രഹ്മദേവൻ
പത്മജന്മ, ജന്മമുള്ളവനായി, പത്മജനായിട്ട്, അവിടെ നിന്നാണ് പത്മസംഭവനായിട്ട് ആവിരാസീത്, ആവിർഭവിച്ചു. അപ്പോഴാണ് ബ്രഹ്മദേവൻ പത്മസംഭവനായിട്ട് ഭവിക്കുന്നത്. ഇത് പത്മകൽപ്പമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പത്മകൽപ്പത്തിലാണ് ഭഗവാന്റെ പൊക്കിൾ ചുഴിയിൽ നിന്ന് ഈ മൊട്ട് വരുന്നതും അത് വിടരുന്നതും അതില് സ്വയമേവ ഉണർന്ന വേദരാശിയോടുകൂടി, വേദങ്ങളോട് കൂടിയിട്ട് പത്മസംഭവനായിട്ട് ബ്രഹ്മദേവൻ ജനിച്ചു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന വിഷ്ണുവിന്റെ രൂപം ചിത്രത്തിലൊക്കെ വരച്ച് കാണുന്നത് ഈ അവസ്ഥയിലുള്ള വിഷ്ണുവിനെ കുറിച്ചാണ്. ഇനി ഭഗവാൻ അനന്തന്റെ മേലെ കിടക്കുന്നു, താമര മുട്ടില് പുറത്തു വന്നിരിക്കുന്ന താമരയില്, പൊക്കിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന താമരയിൽ ബ്രഹ്മദേവനും ആവിർഭവിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സ പത്മജന്മാ വിധിഹി ആവിരാസീത് സ്വയം പ്രബുദ്ധ അഖില വേദരാശി. വളരെ ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ? ആ വാക്കുകൾ തിരിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ആ ശ്ലോകം പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും. മനസ്സിലാകാതെ നമ്മൾ ശ്ലോകം പഠിക്കാൻ ഇറങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ചൊല്ലാൻ പഠിക്കാന്ന് വെച്ചാൽ ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചൊല്ലുമ്പോഴാണ് ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരിക. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഗുരുവായൂരിൽ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഏകാദശിക്ക് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഒരു 3 മണി കഴിയുന്ന സമയത്ത്, നട തുറക്കുന്നതിന് മുന്നേ 2 മണിയൊക്കെ ആവുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന കുറച്ച് ചേച്ചിമാര് നാരായണീയം വായിക്കുന്നു. അപ്പോൾ ഒരു അമ്മ വന്നിട്ട് അവരോട് പറയാണ്, കുട്ടി നിർത്ത്, ഇങ്ങനെയല്ല നാരായണീയം ചൊല്ലേണ്ടത്, അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കൂ എന്ന് പറഞ്ഞിട്ട് അംബരീഷന്റെ കഥ പറഞ്ഞത് ഞാൻ മുന്നേ ഒരു ശ്ലോകത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. അന്ന് മുതലാണ് ഈ നാരായണീയം അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ വിശദമായിട്ട് നമുക്ക് പോവാം എന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള അർത്ഥം നോക്കി ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയത് അന്നു മുതലാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്ന സമയത്ത് നല്ലൊരു ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റ് ചൊല്ലുക. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സ പത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. ആ മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന വിചിത്രമായിട്ടുള്ള, തീർത്തും വിചിത്രമായിട്ടുള്ള ആ പത്മത്തിൽ തസ്മിൻ വീര്യധൃതേ സരോജേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ വീര്യം ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ആ സരോജത്തില് സ്വയമേവ ഉണർന്നു വന്നിട്ടുള്ള വേദരാശിയോട് കൂടിയിട്ട്, മുഴുവൻ വേദവും അതിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. വേദരാശിയാണ് പൂർണ്ണമായിട്ടും അറിവ് അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. വേദരാശി, വേദങ്ങളോട് കൂടിയിട്ട് വിധി ബ്രഹ്മദേവൻ പത്മസംഭവനായിട്ട് അതിൽ ആവിർഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആഴത്തിൽ ചിന്തിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആഴത്തിലേക്ക് ചിന്ത കൊണ്ടുപോവുക. ഈ കാണുന്ന ഒരു ക്യാൻവാസിൽ വരച്ചിരിക്കുന്ന പോലുള്ള ഒരു ചിത്രമാണോ, അല്ലെങ്കിൽ ഒരു സിനിമാ സ്ക്രീനിൽ കാണുന്ന ഒരു ചിത്രം പോലെ ആയിരിക്കുമോ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക? അല്ല, നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു ചിത്രമായിരിക്കുമോ അവിടെ നടന്നിട്ടുണ്ടാവുക? അതല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്ത് വിശാലമായിട്ടുള്ള ഒരു സംഭവമാണോ അവിടെ നടന്നിട്ടുണ്ടാവുക എന്നൊന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് പോകുന്ന സമയത്ത് നമുക്ക്
മനോഹരമായിട്ടുള്ള ഒരനുഭവം മനസ്സിൽ ഉണ്ടാവും. എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും അത് സാധിക്കും. കുറച്ച് നേരം അതിന് നമ്മൾ കൊടുത്താൽ മതി. അത് ചിന്തിക്കുമ്പോഴാണ് ആ ഒരു പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് നമുക്കൊരു ഒരു ഒരു അനുഭവം ഉള്ളിൽ കാണാൻ വേണ്ടി സാധിക്കുക. നമുക്കൊക്കെ അത് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആലോചിക്കൂ, മെഡിറ്റേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ധ്യാനം നമ്മൾ കുറച്ചു നേരം എപ്പോഴെങ്കിലുമൊക്കെ വെറുതെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഭഗവാൻ അതിനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്കൊക്കെ ഈ ഒരു മനോഹരമായ കാഴ്ച ഉള്ളിൽ ഹൃദയത്തിൽ നിറഞ്ഞ് ഇങ്ങനെ ആ പത്മം വന്ന് പ്രകാശം പടർത്തിയ പോലെ നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ മുഴുവൻ ഈ ചിന്തയിലൂടെ നീക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രകാശം ഹൃദയത്തിലാകെ പടരട്ടെ, മനസ്സിലാകെ പടരട്ടെ. സർവ്വ അന്ധകാരവും മനസ്സിലെ വിഷമങ്ങളും സംശയങ്ങളും ഒക്കെ നീക്കാൻ ഈ ശ്ലോകങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്തേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ.